ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ എല്ലാവരുടെയും എക്സാം പ്രിപ്പറേഷനൊക്കെ എവിടം വരെയായി? എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പോൾ നല്ല ടെൻഷനുള്ളൊരു ടൈമാണെന്നറിയാം. ഓക്കെ, ഞാനും വളരെ നല്ലൊരു സ്ട്രെയിൻ ആൻഡ് എന്താണ് ടെൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. നാളെയാണ് എൻ്റെ എക്സാം, ഫസ്റ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നാളെ ഫസ്റ്റ് ഷിഫ്റ്റ് ഉള്ളവർ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എൻ്റെ എക്സാം എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഓവറാകും. ഓക്കെ, നാളെ തന്നെ 2 ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എക്സാമിന് കയറുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇനിയിപ്പോൾ ഏതായാലും ഒരു ഫുൾ ലെങ്ത് മോക്ക് ചെയ്യാനൊന്നും ടൈം കളയണ്ട. യു ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ, യു ഷുഡ് ബി വെരി കാം ആൻഡ് ക്വയറ്റ്. ഓക്കെ, മൈൻഡിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണോ, നമ്മളുടെ മൈൻഡ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സാം അപ്രോച്ച് ചെയ്യുന്ന രീതികളും എല്ലാം. ഓക്കെ, ആ ഒരു അത്രയും നമ്മുടെ ആ ഒരു 2 അവർ ആയിരിക്കും നമ്മളുടെ ഭാവിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഒരിക്കലും എന്താണ് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് എനിക്ക് കിട്ടുമോ എനിക്ക് കിട്ടത്തില്ലേ അങ്ങനെയുള്ള ഓവർ ടെൻഷനോട് കൂടി ഒരിക്കലും പോവരുത്. ഓക്കെ, എന്താണ് കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്കറിയാം എക്സ്പെക്റ്റ് ചെയ്യാതെ മെയിൻസ് ക്ലിയർ ചെയ്തവർ ഒത്തിരി പേരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഇത്രയും ലോ കട്ട് ഓഫ് വരുമെന്ന് വിചാരിക്കാതെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്തവരായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ 10 ദിവസം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം എന്താണ് അപ്പോഴുള്ള ആ ഒരു അറ്റംപ്റ്റ് എങ്ങനെ ഇരിക്കുന്നു, അപ്പോഴുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കുന്നു അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പ്യുവർ ലക്ക് തന്നെയല്ല എക്സാംസ് എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു മൈൻഡ് ഓക്കെ ഇപ്പോൾ ഒരു സെക്ഷൻ പാടാണെങ്കിൽ പോലും ബാക്കി സെക്ഷനും കൊണ്ട് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇനി മോക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇനിയുള്ള ടൈം എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു മാരത്തൺ ക്ലാസ്സസ്, GAയുടെ ഒക്കെ മാരത്തൺ ക്ലാസ്സസ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് GA മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി ഇംഗ്ലീഷ് കോൺസ് റീസണിങ് ഒന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. സോ എന്ത് ചെയ്യുക, ഒരു ഇത്രയും ദിവസം ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ മെയിൻ എക്സാമിനെയും എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അതല്ലാതെ ഇന്നൊരു ദിവസം വന്നാൽ വേറെ രീതിയിൽ പരീക്ഷിക്കാം എന്ന് വെച്ച് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ പ്രിലിംസിനെ അപേക്ഷിച്ച് മെയിൻസിൽ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും കുറച്ചുകൂടി ടൈം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അത്ര റഷായിട്ട് പ്രിലിംസിന് ചെയ്തുകൊണ്ട് ചെയ്യണ്ട. ബട്ട് എന്നാൽ പോലും എന്ത് ചെയ്യണം, ടൈമിനെ നല്ല രീതിയിൽ തന്നെ എന്താണ് ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ ഡിവൈഡ് ചെയ്ത് വേണം ഓരോ സെക്ഷനും കൊടുക്കാൻ. അതല്ല എങ്കിൽ ഓക്കെ, മെയിൻസിന് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് 3 ടൈപ്പ് ഓഫ് സെക്ഷൻ, അത് ഒരു സെക്ഷനെ നമുക്ക് 3 ആയി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഈസി ഡുവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, ബട്ട് അത് ഗെയിം ചേഞ്ചേഴ്സ് ആയിരിക്കും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്താണ് നമ്മൾ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, പക്ഷേ ചെയ്യാൻ കുറച്ച് ട്രിക്കി ആയിരിക്കും. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ടൈപ്പ് ആയിരിക്കും. ഓക്കെ, മെയിനായിട്ട് SBIക്ക് എന്ന് പറയുന്നത് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ GA ആണെങ്കിലും ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ബാക്കി ക്വാൻസും ഇംഗ്ലീഷും റീസണിങ്ങും അത്യാവശ്യം നല്ല എഡ്ജ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല എന്നുള്ളൊരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കൂടുതൽ അറ്റംപ്റ്റ്സിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യുന്ന അറ്റംപ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം 2 ഷിഫ്റ്റ് ഉണ്ട്, അപ്പോൾ നോർമലൈസേഷൻ ഉണ്ടായിരിക്കും. സോ അപ്പോൾ നമുക്ക് 100% ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ നോർമലൈസേഷൻ നമുക്ക് നല്ല രീതിയിൽ അത് വർക്ക് ആവുകയുള്ളൂ. ഓക്കെ, സോ എന്ത് ചെയ്യുക, നെഗറ്റീവ് മാർക്കിങ് ഒഴിവാക്കുക. ആദ്യം മുതലുള്ള സെക്ഷൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ഈ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ബിഗിനേഴ്സിനായിട്ടുള്ളവർക്കായിരിക്കും ഹെൽപ്പ് ആവുന്നത്. കാരണം എന്താണ് മെയിൻസ് ഒക്കെ ചെയ്ത് പരിചയമുള്ളവർക്ക് ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുകയില്ല. എന്നാലും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, നമ്മളൊരു എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന നോക്കി ഇവിടെ വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ അവയർനെസ് GA ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, GAക്ക് ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസും ഓടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. GAക്ക് എന്ത് ചെയ്യുക, ആദ്യം മുതൽ തന്നെ എന്ത് ചെയ്യുക, പതിയെ ഓരോ ക്വസ്റ്റ്യനും നോക്കുക. ആൻസർ ഫസ്റ്റ് ഒറ്റ വായനയിൽ വായിച്ചു, ആൻസർ അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. ദെൻ അത് സേവ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ അറിയാമെങ്കിൽ ചെയ്യുക. അതല്ല ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ദെൻ മൂവ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ എന്ത് ചെയ്യുക, ആൻസർ അറിയാമെങ്കിൽ ചെയ്യുക.
ദെൻ നെക്സ്റ്റ് വൺ അത് ചെയ്ത് 50 ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. ഓക്കെ, ആൻസർ അറിയാമെങ്കിൽ ചെയ്യുക, അതല്ല എങ്കിൽ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു രീതിയിൽ വേണം ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക, സെക്കൻഡ് റൗണ്ട് വരിക. സെക്കൻഡ് റൗണ്ട് വന്നിട്ട് നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആദ്യം ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് മാർക്ക് ഫോർ റിവ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം, എന്നാൽ ചിലപ്പോൾ എനിക്ക് കിട്ടും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ മാർക്ക് ഫോർ റിവ്യൂ ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ അതിനെയും സെക്കൻഡ് റൗണ്ട് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, ദെൻ മുന്നോട്ട് പോവുക. ദെൻ അടുത്തത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തേക്കുന്ന ഏതാണോ, ഓക്കെ ഇത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, ദെൻ മുന്നോട്ട് പോവുക. ദെൻ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, കിട്ടുന്നില്ല. ഓക്കെ, മാക്സിമം എന്ത് ചെയ്യുക, ഒരു ഈ ഗസ് വർക്ക് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഗസ് വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും ഒരു ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ, ഈ രണ്ടെണ്ണത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ വന്നിട്ട് വേണമെങ്കിൽ മാത്രം അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും നിങ്ങൾക്കൊരു സംശയം, എനിക്ക് തോന്നുന്നു SBI ആണെന്ന് തോന്നുന്നു എന്നൊരു 80% ഷുവർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക, ദെൻ നെക്സ്റ്റ് മുന്നോട്ട് പോവുക. ഓക്കെ, അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ഒരു GS സെക്ഷനെ അറ്റംപ്റ്റ് ചെയ്യാൻ. ഒരിക്കലും ഒത്തിരി ഗസ് വർക്ക് ചെയ്യരുത്. ഓക്കെ, എനിക്കറിയത്തില്ല, ഇതെൻ്റെ ഫസ്റ്റ് മെയിൻസ് അല്ലേ, സോ അതുകൊണ്ട് എന്നാൽ ഞാൻ എല്ലാം അങ്ങ് ചെയ്തേക്കാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത്തവണ വേക്കൻസീസ് കൂടുതലുണ്ട്. മേ ബി നമ്മൾ പ്രതീക്ഷിക്കാതെ ആ ഒരു കട്ട് ഓഫ് മേ ബി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ദെൻ ഓക്കെ, ആ ഒരു നമ്മളുടെ നെഗറ്റീവ് അപ്രോച്ച് കൊണ്ട് ഒരിക്കലും ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് അടുത്ത സെക്ഷൻ വരികയാണെന്ന് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇംഗ്ലീഷ് വരുമ്പോൾ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് സെക്ഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ് എടുക്കുമായിരിക്കും, എന്നാലും സാരമില്ല. എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, കണ്ടിരിക്കണം. ഏത് ക്വസ്റ്റ്യൻ ആണ് എവിടെയോ എന്നുള്ളത് നമുക്ക് ആ ഒരു പേപ്പറിനെ മനസ്സിലായിരിക്കണം. ഒരിക്കലും എനിക്ക് ആ ഒരു കാരണം കഴിഞ്ഞ RRB മെയിൻസിന് ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു കുട്ടി പറഞ്ഞ ഡയലോഗാണ്, പക്ഷേ എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് ബാക്കി ചെയ്യാൻ എനിക്ക് നേരം കിട്ടിയില്ല. അത് മുൻപ് വേറെ മെയിൻസ് എഴുതി എക്സ്പീരിയൻസ് ഉള്ള കുട്ടിയാണ്, എന്നിട്ട് പോലും ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ആ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് ആ ഒരു റീസണിങ് ഏരിയ മൊത്തം എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിനെ അത് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് മെയിൻസിന് പോലും നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്തായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന ആ രീതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒരു 2 മിനിറ്റ് എടുക്കുമായിരിക്കും ഫുൾ ആ ഒരു 40 ക്വസ്റ്റ്യൻസിനെയും അല്ലെങ്കിൽ ആ 50 ക്വസ്റ്റ്യൻസിനെയും കാണാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മുടെ ആ ഒരു പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പ്രിലിംസിൽ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം, പക്ഷേ മെയിൻസിൽ നമുക്ക് അറിയാവുന്ന അത്യാവശ്യം ഡ്യൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി, ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ 200 മാർക്കിൽ ഒരു 80, ലാസ്റ്റ് ഇയർ 80 അടുത്തായിരുന്നു കട്ട് ഓഫ്. സോ ഈ വർഷം അതിലും കുറയാനാണ് ചാൻസസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം എത്ര കുറവ് മാർക്സ് ആണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, അതിനുള്ള അറ്റംപ്റ്റ്സും മതി. ഓക്കെ, അത് ചെയ്യുന്നത് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇംഗ്ലീഷിലാണെങ്കിലും കൂടുതലും ഗസ് വർക്ക് ചെയ്യാതിരിക്കുക. ദെൻ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ ഒരു റീഡിംഗ് പാസേജ് കണ്ടു, അതിനെ എന്ത് ചെയ്തു, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ദെൻ എല്ലാത്തിനെയും മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാൻ നിൽക്കരുത്, അങ്ങനെ ചെയ്യുമ്പോൾ ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വരും. ഓക്കെ, ആ ഒരു പാസേജിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനെ മാത്രം മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു പോകുന്നു. ഓക്കെ, ദെൻ ഇത് കണ്ടു, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ആ ഒരു ഏരിയ, ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസിന് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്, ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ദെൻ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, അതിനെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ദെൻ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു, ആ ഒരു പാറ്റേൺ ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 29th ക്വസ്റ്റിന് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ഓക്കെ, പാസേജ്, അപ്പോൾ 2 പാസേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ഇവിടെ വന്നിട്ടൊരു മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. കണ്ടു, അങ്ങനെ നമ്മൾ ആ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാൻ. കാരണം ഒരിക്കലും എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് മൊത്തം കാണാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു തെറ്റ് വരരുത്. ദെൻ ആദ്യം എന്ത് ചെയ്യുക, ഗ്രാമർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുക, ആൻസർ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ആൻസർ കൊടുത്തു, പോകുന്നു. ഇതിലൊരു ഡൗട്ട് തോന്നിയ ക്വസ്റ്റിന് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു, പോകുന്നു. ഓക്കെ, ഈ ഒരു ടൂള് ഇത് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, പ്രിലിംസിന് നമുക്ക് ആവശ്യം വന്നിട്ടില്ല, പക്ഷേ മെയിൻസിന് ഉറപ്പായിട്ടത് യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് ഈ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വന്നു, ക്വസ്റ്റ്യൻ കണ്ടു, ആൻസർ ചെയ്തു. അറിയാവുന്നത് മാത്രം ചെയ്യുക. ഇംഗ്ലീഷിലാണെങ്കിലും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. കാരണം ഇംഗ്ലീഷാണ് കൂടുതൽ ആൾക്കാർക്ക്, ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ് നമ്മളുടെ മാർക്സിനെ കുറച്ച് നമ്മളെ എന്താണ് ആ ഒരു നമ്മുടെ സെലക്ഷനിൽ നിന്ന് നമ്മളെ എന്താണ് ബാക്ക്വേർഡ് ആക്കുന്ന കാര്യങ്ങളാണ് ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും. സോ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ടൈം ലെഫ്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ ചെയ്ത ക്വസ്റ്റ്യൻസിനെ എടുത്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യും, ഇതാകും ഒരിക്കലും ഗസ് വർക്ക് ചെയ്യരുത്. കാരണം അത് മാർക്സ് കളയുക തന്നെ ചെയ്യും. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ വേണം പോവാൻ. ദെൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എടുക്കാം. നെക്സ്റ്റ് ക്വാൺസ് വന്നു. ക്വാൺസ് വരുമ്പോഴും ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ പേപ്പറിനെ ഫുൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു. ഇത് ഒരു ഇതാണ് എന്ത് കേസ്ലെറ്റ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു, പോവുക. ദെൻ നെക്സ്റ്റ് ഒരു അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ ആണ്, അതിനെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. പിന്നെ വരുന്നത് ഒരു സീരീസ് ആണ്. ഓക്കെ, അതിനെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ആ സീരീസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നെക്സ്റ്റ് വന്നൊരു ഡി ഐ ആണ്, അതിന് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ആ ഒരു സെറ്റ് കഴിഞ്ഞിട്ട് വേറെ വരുമ്പോൾ ക്വാഡ്രാറ്റിക് ആണ്, പിന്നെ അതിൻ്റെ ഒരു സെറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് മിസലേനിയസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാം. ഓക്കെ, ദെൻ വരുന്നത് ബാർഗ്രാഫ് ആണ്, അതിന് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ദെൻ ആ ഒരു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്ന അരിത്തമെറ്റിക് ആണ്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് എന്താണ് സിംപ്ലിഫിക്കേഷൻ ആണ് വരുന്നത്. ആ അത്രയും ക്വസ്റ്റ്യൻസ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അരിത്തമെറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആ ഒരു പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് പിന്നെയും ഓരോ ക്വസ്റ്റ്യൻ എടുത്തെടുത്ത് നോക്കാതെ ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കേസ്ലെറ്റ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിനെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ദെൻ വന്നിരിക്കുന്ന പൈ ചാർട്ട്, അതിനെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ദെൻ ഇങ്ങനെ ഓക്കെ, ക്വാണ്ടിറ്റി ബേസ്ഡ് ആണ്, അത് മാർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ആ ഒരു പേപ്പറിനെ ഫുൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ഏതാണ്, ഓക്കെ ഇവിടെങ്ങാണ്ടായിട്ട് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെങ്ങാണ്ടാണ് നമ്മൾ ഓക്കെ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു, അത് പെട്ടെന്ന് ചെയ്യുക. ഒരു ടൈം പെട്ടെന്ന് എടുത്തിട്ട് ആ ഒരു എന്ത് ചെയ്യുക, സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ദെൻ ഇവിടെ ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ആ ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഓക്കെ ഇവിടെ ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. ആ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ദെൻ ഡി ഐയിലോട്ട് വരിക. ഡി ഐയിൽ തന്നെ നമുക്ക് ലോജിക്കൽ ആയിട്ടുള്ളതും കാണും, അരിത്തമെറ്റിക് ബേസ്ഡ് ആയിട്ടുള്ളതും കാണും. ലോജിക്കൽ ആയിട്ടുള്ളത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. അത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണെങ്കിൽ ആ ലോജിക്കൽ ആയിട്ടുള്ള ഡി ഐ ചെയ്യുക. ഒത്തിരി ടൈം ഒരു 5 മിനിറ്റ്സ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക, അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട. അത് ഇപ്പോൾ ഒരു ഡി ഐ ഡീകോഡ് ചെയ്തെങ്കിൽ അത് ഏറ്റവും എളുപ്പമായി. ഓക്കെ, ആദ്യം തന്നെ ഫുള്ള് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ എന്ത് ചെയ്യുക, ആ ഒരു ഡി എനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കുറഞ്ഞതൊരു 3 ക്വസ്റ്റനെങ്കിലും ആ ഒരു ഡി ഐയുടെ ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ 3 മാർക്സ് അപ്പോൾ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഡി ഐനെ ഡീകോഡ് ചെയ്ത് ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ബാർഗ്രാഫോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അരിത്തമെറ്റിക് ബേസ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യുക. ഒരു ക്വാൺസിൽ ഒരു 15 മാർക്സ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്താലും മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ആവറേജ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു 15 മാർക്സ്. ഓക്കെ, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത്. എന്നാലും ആക്യുറേറ്റ് ആയിട്ടൊരു 15 മാർക്സ് ആണെങ്കിലും ക്വാൺസിൽ മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമ്മളുടെ ലാസ്റ്റ് സെക്ഷൻ. ലാസ്റ്റ് സെക്ഷനാണ് റീസണിങ്. റീസണിങ്ങിലും എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ ചെയ്ത കൂട്ട് തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക. ആദ്യം ഒരു പസിലാണ്. ദെൻ നെക്സ്റ്റ് വിട്ടു പോവുക. ഇവിടെ വന്നിട്ടുള്ളത് കോഡിംഗ് ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പസിൽ കണ്ടു, മാർക്ക് ചെയ്തു. ദെൻ കോഡിംഗ് ടൈപ്പ് ഒരെണ്ണം വന്നു, മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ പസിൽ വന്നു, മാർക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യനെ അപ്രോച്ച് എങ്ങനെ വേണം ആ ഒരു നമ്മളുടെ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. അതിൽ തന്നെ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഈ മിസലേനിയസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, ആദ്യം ഫോക്കസ് കൊടുക്കുക. ദെൻ പസിൽസിന് കുറച്ച് ലാസ്റ്റ് പ്രാധാന്യം കൊടുത്താൽ മതി. ആദ്യം അറിയാൻ പറ്റുന്ന ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു എന്താണ് അതിൻ്റെ ട്രിക്ക് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഒരു ഇപ്പോൾ 7 സ്റ്റെപ്പുള്ള ഒരു ക്വസ്റ്റിന് 5 സ്റ്റെപ്പ് വരെ മനസ്സിലായെങ്കിൽ പോലും ആ ഒരു 5 സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്കുണ്ട് സ്റ്റെപ്പ് 2 ക്വസ്റ്റ്യൻസ് വരും, അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് ഒറ്റയടിക്കാൻ 5 മാർക്കൊക്കെ തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ നോക്കുക. പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് ചെയ്യണം. അഥവാ ഇതുവരെ നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ടൈം കളയാൻ പറയുന്നില്ല. ദെൻ നെക്സ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ 5 to 10 മിനിറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ ചെയ്യേണ്ടതാണ് ലോജിക്കൽ റീസണിങ്, ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാർക്ക് പോവാനും അതുപോലെ തന്നെ മാർക്ക് തരാനും നമുക്ക്
ഹെൽപ്പ് ചെയ്യുന്നൊരു സെക്ഷനാണ് ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് ഇപ്പോൾ മലയാളമാണ് ഒപ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ്ങിൽ നിങ്ങൾക്ക് മലയാളം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ഹിന്ദിയാണ് സാധാരണ എക്സാംസിനൊക്കെ ഒപ്റ്റ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഹിന്ദിയാണ് എനിക്ക് വരുന്നത്. എന്നാലും നിങ്ങൾ മലയാളമാണ് ഇപ്പോൾ ആദ്യമൊക്കെ ചെയ്തവർ മലയാളമായിരിക്കും ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ വായിച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു ലോജിക്ക് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. മാർക്സ് കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പോയാൽ പോയതുമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അതൊരു ലാസ്റ്റ് 10 മിനിറ്റ്സ് ഉള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. പസിൽസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും കാണും, അതല്ലാതെ ട്രിക്കി ആയിട്ടുള്ളതും കാണും. ഫസ്റ്റ് ആ ഒരു പസിൽ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം അത് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഒറ്റയടിക്ക് തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് പറ്റുന്നില്ലാത്തതാണെങ്കിൽ ഒരിക്കലും അത് എടുക്കരുത്. കാരണം ആ ഒരു പസിൽ മതിയാവും നമ്മുടെ ആ ഒരു ഫുൾ റീസണിങ് സെക്ഷനെ കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചിന്തിച്ചിട്ട് വേണം ഓരോ ക്വസ്റ്റ്യൻസും എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും നാളും ചെയ്യാനുള്ളത് ചെയ്തു. ഓക്കെ, ഇനി ആ ഒരു എക്സാം നമ്മളുടെ എന്താണ് അന്നത്തെ ഡേ എങ്ങനെ ഇരിക്കുന്നു അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നല്ല കാമായിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. എക്സാമിന് പോകുന്നതിന് ഓക്കെ, മെയിൻസിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ പ്രിലിംസിൻ്റെ അഡ്മിറ്റ് കാർഡ്, ആധാർ അല്ലെങ്കിൽ ഏതാണോ ID ഉള്ളത് അതിൻ്റെ കോപ്പി, ദെൻ ആധാർ ആണ് എങ്കിൽ അതിൻ്റെ ഒറിജിനൽ, ദെൻ 3 ഫോട്ടോസ് കയ്യിൽ കരുതുക, ഒട്ടിച്ചതല്ലാണ്ട്. ഓക്കെ, 3 കൂടെ കയ്യിൽ കരുതുക. ഓക്കെ, ദെൻ SBI ആണ്, സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് റഷ് ഒന്നും ഉണ്ടാവാതെ നേരത്തെ തന്നെ എക്സാം ഹാളിൽ ചെല്ലുക. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.